നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2025 ഒക്ടോബർ 23 വ്യാഴാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. കലാകാരന്മാർക്ക് അവരുടെ കരിയറിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ഈ സമയത്ത് ശത്രുക്കളുടെ മേൽ വിജയം നേടാൻ സാധിക്കും. സർക്കാരിലെ കരാർ തൊഴിലാളികൾക്ക് പുതിയതും മെച്ചപ്പെട്ടതുമായ അവസരങ്ങൾ ലഭിക്കാൻ യോഗമുണ്ട്. പരിശ്രമങ്ങൾ വിജയത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കുവാനും അവരിൽ നിന്ന് സന്തോഷവും ഗുണാനുഭവങ്ങളും ലഭിക്കുവാനും സാധ്യതയുണ്ട്. കലാകാരന്മാർക്ക് അവരുടെ രംഗത്ത് പേരും പ്രശസ്തിയും നേടാൻ ഈ സമയം അനുകൂലമാണ്. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് സന്തോഷം കണ്ടെത്താനാകും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ സ്വസ്ഥത കുറയുവാനും സങ്കീർണമായ ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടി വരുവാനും സാധ്യതയുണ്ട്. ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ചുമതലകളും യാത്രകളും വർദ്ധിക്കുന്ന ഒരു ദിവസമാണിത്. ബന്ധങ്ങളിലെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. അനാവശ്യമായ ചെലവുകൾക്കും ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കാനുള്ള ആഗ്രഹങ്ങൾക്കും വഴങ്ങുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചേക്കാം. സ്ത്രീകളുമായുള്ള ഇടപഴകൽ ഉണ്ടാകുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടത് ആവശ്യമാണ്. ധനപരമായ കാര്യങ്ങളിൽ നിയന്ത്രണം പാലിക്കുന്നത് ഗുണകരമായിരിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ഈ സമയത്ത് രോഗശാന്തി ലഭിക്കുവാനും പുതിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവ സ്വന്തമാക്കുവാനും സാധ്യതയുണ്ട്. സമ്മാനങ്ങളും അംഗീകാരവും ലഭിക്കുവാനും യോഗം കാണുന്നു. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ ഐക്യവും നിലനിർത്താൻ സാധിക്കും. കന്യരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കൃഷിക്കാർക്ക് സർക്കാരിൽ നിന്ന് പ്രയോജനകരമായ പദ്ധതികൾ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ദിവസമാണ്. എങ്കിലും ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. തലച്ചോറുമായും ഗർഭപാത്രമായും ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ സന്തോഷവും ഐക്യവും നിറഞ്ഞ ഒരു അന്തരീക്ഷം നിലനിൽക്കും. വീട്ടിൽ ആഘോഷ പരിപാടികൾ നടക്കാനും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൂടാനും സാധ്യതയുണ്ട്. പുണ്യക്ഷേത്രങ്ങളിലേക്കുള്ള തീർത്ഥയാത്രകൾക്ക് അവസരം ലഭിക്കുകയും ചെയ്യും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ചിലർക്ക് അന്യരുമായി അടുപ്പമുണ്ടാകാനും മറ്റുള്ളവർക്ക് പ്രണയബന്ധങ്ങളിൽ ഭംഗം വരാനും സാധ്യതയുണ്ട്. സ്ത്രീ മൂലമുള്ള മാനസിക വൃഥ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ്. എല്ലാ ബന്ധങ്ങളിലും വ്യക്തമായ അതിർവരമ്പുകൾ പാലിക്കുന്നത് നല്ലതാണ്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ജോലിയുടെ കാര്യത്തിൽ മേലധികാരിയിൽ നിന്ന് പ്രീതി ലഭിക്കുവാനും സ്ഥാനക്കയറ്റം നേടാനും സാധ്യതയുണ്ട്. സാമ്പത്തിക ഭാഗ്യവും മനസ്സന്തോഷവും അന്യരിൽ നിന്നുള്ള സഹായങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. കഠിനാധ്വാനം ഫലം കാണും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മാതാവിൽ നിന്ന് ഗുണകരമായ അനുഭവങ്ങൾ ലഭിക്കാനോ അവരുടെ സഹായം തേടാനോ സാധ്യതയുണ്ട്. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുവാനും ഈ ദിവസം അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുടുംബ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ, അകൽച്ച, കലഹം എന്നിവയുണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് മാനഹാനിക്കും ധനനഷ്ടത്തിനും സാധ്യതയുണ്ട്. കോടതി കേസുകളിൽ പരാജയം നേരിടാതെ ശ്രദ്ധിക്കണം. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. കുടുംബപരമായ അഭിപ്രായ വ്യത്യാസം രൂക്ഷമാകാനും ബന്ധുജനങ്ങളുമായി കലഹത്തിനും സാധ്യതയുണ്ട്. മാനസിക പിരിമുറുക്കവും മനോരോഗവും പിടിപെടാനുള്ള സാഹചര്യം ഒഴിവാക്കാൻ ശ്രമിക്കണം. തൊഴിൽ പരാജയം, ധനക്ലേശം എന്നിവ അനുഭവപ്പെടാതെ ശ്രദ്ധിക്കുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.